അല്ലാ, ഇങ്ങനെ ഒരു വിധി ഒരു പെണ്ണിനും വരരുത്. ബാക്കിയുള്ളവർക്ക് ഈ അടുക്കളയിൽ കിടന്നിട്ട് ഇങ്ങനെ നരകിക്കല്. ഏത് നേരം നോക്കിയാലും പണി തന്നെ പണി തന്നെ. മൂപ്പരാളോ ഏത് നേരം പെണ്ണുങ്ങളായിട്ട് ഇങ്ങനെ കുറുകിക്കൊണ്ടേയിരിക്കും. ഓഹ്, ചാടി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അന്നേ എൻ്റെ അമ്മയും അപ്പയും പറഞ്ഞതാ, ഈ പരിപാടിക്കൊന്നും നിക്കണ്ട കേട്ടോ. ഇപ്പൊ എന്തുണ്ടായത്? അനുഭവിക്കാൻ ഞാൻ ആകെ കിട്ടിയതൊരു കുട്ടിയാ. അതിന് വലിയ കാര്യം. ഈ അടുക്കളയിൽ തന്നെ നിന്റെ ജീവിതം അവസാനിക്കുന്നു തോന്നുന്നത്. ഗതിയോട് നല്ലാണ്ട് എന്താ പറയാ, ഇതിൽ അറിവിച്ച് ജീവിക്കാം. കൊറേ നേരമായല്ലോ ഇങ്ങനെ മാത്രം ഉണ്ടായിട്ടില്ല ഈ പിറുപിറുക്കണത് തിന്നിട്ട്. സമാധാനമില്ലാത്തൊരു ജീവിതം. അങ്ങനെ ഒരു പണിയും ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള ഒരു ജീവിതം. ഇത്ര നേരമായിട്ട് ആകെ 2 ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓ, തിന്ന ചട്നി ഒന്നും ഉണ്ടാക്കിയില്ലേ? എനിക്ക് കുറച്ച് ചട്നിയും കൂടി തരുന്നുണ്ട് ഞാന്. കുറച്ച് സാമ്പാറും കൂടി ആയിക്കോട്ടെ. കോമഡി അടിക്കാനും ചളി പറയാനും നിങ്ങളെ കഴിച്ചിട്ടേ ഉള്ളു വേറൊരാള്. ചളിക്കുണ്ടിലേക്ക് പിന്നെ ചളി അല്ലാണ്ട് എന്താ? അതെ ചളി തന്നെ. ഇക്ക് ചളി അടിച്ച്. നിങ്ങൾ എന്തിനാ ഷുക്കൂറിന്റെ ഭാര്യക്ക് മെസ്സേജ് അയച്ച് വിളിച്ച് വർത്താനം പറഞ്ഞൊക്കെ? ഏത് ഷുക്കൂറിന്റെ? ഇപ്പൊ നിങ്ങക്ക് ഷുക്കൂറിനെ അറിയില്ലല്ലേ? ഞാൻ ഷുക്കൂറിന് അയച്ച മെസ്സേജാണ്. ഓ, ഷുക്കൂർ ഗൾഫിൽ പോയ കാര്യമൊന്നും ഇപ്പൊ നിങ്ങക്ക് അറിയില്ലല്ലോ. ആ നമ്പർ പിന്നെ ഓനല്ല, ഓന്റെ പെണ്ണുങ്ങളാണ് പറയാൻ. നിങ്ങളെ കഴിച്ചില്ലാണ്ട് വേറെ ഒരാൾക്കില്ല സത്യ. നമ്പർ ഓന്റെ പെണ്ണുങ്ങളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയില്ല. ആ പെണ്ണൊരു മാന്യമായിട്ടുള്ള സ്ത്രീ ആയതുകൊണ്ട് ഓള് കാര്യനോട് വിളിച്ചു പറഞ്ഞതേ, നിങ്ങടക്ക അങ്ങനൊക്കെ എന്നോട് പറയണ്ടട്ടാ. എങ്ങനൊക്കെ എന്താ ചിട്ടാ വർത്താനങ്ങള്. ഓ, ഹലോ. ഷുക്കൂറിന് അങ്ങനെ ഇടയ്ക്ക് പെണ്ണുങ്ങളെ മാതിരി മെസ്സേജ് അയച്ച് പറ്റിക്കലൊക്കെ ഉണ്ട്. ഏതെങ്കിലും പെണ്ണുങ്ങൾ അയക്കണ മാതിരി നമുക്ക് മെസ്സേജ് അയക്കുക, പറ്റിക്കുക. ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നാണും മാനില്ല ഇതിങ്ങനെ വിളിച്ചു പറയാനായിട്ട്. ഞാൻ ആർക്കും വേറെ മെസ്സേജ് അയക്കാൻ. ആ പ്രേമിക്കണ കാലത്തേ എന്റെ തണ്ടി തള്ളി പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. അത് കേൾക്കാത്തോണ്ടുള്ള ഗുണം ഞാൻ ഇപ്പൊ അനുഭവിക്കണത്. ഞാനും എന്റെ ഒരു പ്രാർത്ഥന എന്താണെന്നറിയോ? ഇനിയൊരു ജന്മണ്ടെങ്കിൽ പടച്ചോന്റെ വേണ്ടുകൊണ്ട് പ്രേമിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കില്ല. പ്രാർത്ഥന എന്താ നിങ്ങൾക്ക് അറിയോ? നിങ്ങളെന്റെ വേലിപ്പടപ്പിൽ പോലും വരാൻ പാടില്ല. ഞാൻ വരില്ല. എനിക്ക് പുതിയ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല, അപ്പൊ വേറെ ഏതെങ്കിലും കെട്ടിപ്പോയിക്കൊണ്ട്. അതിപ്പോ അല്ലെങ്കിൽ ഇപ്പൊ പുതിയ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതാവുമ്പോ നമുക്ക് ഫോണിൽ ഇങ്ങനെ വിളിക്കാനും ഒരു കുറെ നേരം സംസാരിക്കാനും ഒരു പ്രണയം ഒക്കെ ഉണ്ടാവും, ഒരു റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കും. ഇത് ഏത് നേരത്തെ എന്താ ഒരു പുളിച്ച ദോശ ഉണ്ടാക്കും, ചട്നിയും ഇല്ല, ഒരു തേങ്ങയില്ലാതെ. ഇത്ര നാണുമാനം മതി. ഞാൻ വിചാരിക്കണ മാതിരി ഒരു മോശക്കാരനൊന്നല്ല. ഞാൻ ഒരു പെണ്ണുങ്ങൾക്കും മെസ്സേജ് അയക്കലില്ല. ഇല്ല, അതുകൊണ്ടാണല്ലോ ആ ജാസ്മിൻ മെസ്സേജ് അയക്കാൻ. ഞാൻ എന്താ അയച്ചെന്നാ പറയണത്? നിങ്ങളൊന്നും അയച്ചില്ല. ഒരു പെണ്ണ് വന്നിട്ട് എന്നോട് പരാതി പറയാണ്, അന്റെ കെട്ടൂനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ആ പെണ്ണോട് തറവാട്ടി പറഞ്ഞ പെണ്ണായതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്ത് മെസ്സേജ്? ഞാൻ മോശമായിട്ടൊന്നും അയച്ചില്ലല്ലോ. നിങ്ങളൊന്നും അയക്കില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ സത്യപ്പുള്ളിയല്ലേ? എടി, അത് സത്യം പറഞ്ഞാൽ ഞാൻ ഷുക്കൂറാണ് അയച്ചിട്ടാണ് ഈ അയക്കുന്നത്. ഓനുണ്ട് പെണ്ണുങ്ങളെ പോലെ ഒരു മെസ്സേജ് അയക്കലൊക്കെ. ഷുക്കൂർ ഗൾഫിൽ പോകുമ്പോ നിങ്ങളെ അറിയിച്ചിട്ടില്ല അല്ലേ? പടച്ചോനെ, ഞാൻ അറിഞ്ഞില്ല. നിന്നോടത്ത് നിന്നിട്ട് നീയല്ലക്കാ പെണ്ണുങ്ങൾക്ക് നാലോർത്തുള്ള ന്യൂസ് ഒക്കെ കിട്ടണ മാതിരി അല്ല ഞങ്ങൾക്ക് ആണുങ്ങൾക്ക്. നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. ഗൾഫിൽ പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ അറിയില്ല, നിങ്ങളൊന്നും അറിയില്ല. നിങ്ങളൊരു പാവം പുള്ളി. ഓക്കെ, ഇങ്ങനെ നോണ പറഞ്ഞ് ജീവിക്കാനും വേണം ഒരു ഉളുപ്പ്. എന്തിനാ എപ്പോഴും ഇന്നങ്ങനെ കുറ്റം പറയണേ? എനിക്ക് ഇനി അടുത്ത ജന്മത്തിലെങ്കിലും പടച്ചോന്റെ വേണ്ടുകൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കെട്ടിക്കൊണ്ട് അടുത്ത ജന്മത്തിൽ നിങ്ങളിന്റെ വേലി പടർപ്പിൽ പോലും വരാൻ പാടില്ല. ഇല്ല, എന്നെ പ്രേമിച്ചത് തന്നെയാണ് അബദ്ധമായത്. ഇനി ജന്മ ഉണ്ടെങ്കിൽ ഞാൻ പ്രേമിച്ച് കല്യാണം കഴിക്കും. എനിക്ക് പ്രേമം തന്നെ ഇഷ്ടമല്ല. ഇപ്പോഴും ഈ പറഞ്ഞ എന്താ ഞാൻ മറ്റവൾക്ക് മെസ്സേജ് അയച്ചെന്നല്ലേ?
എനിക്ക് പ്രേമിക്കണ ഇഷ്ടല്ല. കാരണം അന്നായിട്ടുള്ള ഒരു പ്രേമം കൊണ്ട് തന്നെ ഞാൻ കുടുങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ഫോൺ ഒന്ന് കാണിച്ചാൽ നോക്കട്ടെ. നിങ്ങൾ മെസ്സേജ് അയക്കുന്നോ പ്രേമിക്കുന്നോ അല്ലെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ. എന്താണ് ഫോൺ എവിടെയെന്ന്? ഏത് നിങ്ങളുടെ ഫോണ്? എന്റെ ഫോൺ ഞാൻ എവിടെ കൊടുന്ന് വെച്ചിരുന്നു. ചെക്കൻ മാറ്റി, ചെക്കൻ കൊണ്ടുപോയി, ചെക്കൻ ചാമ്പിയുണ്ട്. പോയിട്ട് വാങ്ങിക്കും. അല്ലാത്ത അതാണ് കിട്ടത്. ഞാനെന്താ പ്രണയരോഗ്യോ? മെസ്സേജ് കോഴി, ഗിരിരാജ കോഴി. പിന്നെ നിനക്ക് അത്ര പ്രാന്തൊന്നുമില്ല. പറ്റി അതിന് ഇങ്ങോട്ട് പ്രേമിക്കണ സമയത്ത് എന്തൊക്കെയാ ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞിരുന്നത്. അതന്നെ ഉണ്ട് പിന്നെ പ്രശ്നം. ഫോണി എടുത്ത് നോക്കട്ടെ, ബാക്കി പിന്നെ. ഫോൺ എടുക്കണ. ഹലോ, ഐഷല്ല? ഐഷക്കൊന്ന് കൊടുക്കോ? അന്റെ ശബ്ദം ഇല്ലാണ്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അനക്കെന്താ അങ്ങനൊന്നും ഇല്ലേ? പിന്നെ നിഹാലിന്റെ കാര്യം എന്തായി? ഓക്ക് പ്രേമിക്കാനൊന്നും അറിയില്ല, നമുക്കാ പ്രേമിക്കാനൊക്കെ അറിയത്തുള്ളു. പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ചാ? ഇവിടെ ദോശയായിരുന്നു. എന്റെ അവിടെ എന്തായിരുന്നു? പുട്ടാ. പിന്നെന്താ വിശേഷങ്ങള്? സുഖ. പിന്നെ ഇജ്ജ് നാളെ സ്കൂളിലേക്ക് ഉറപ്പായി വരണട്ടാ. ഇജ്ജ് 2 ദിവസം സ്കൂളിലേക്ക് വന്നിട്ട് കാരണം കാണാനായിട്ട് കൊതിയാവുക. വരണം, നല്ല കാണാൻ പറ്റുള്ളൂ. പിന്നെ നിഹാദില്ല, ലവ് ലെറ്റർ എഴുതിയില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. ഓൾക്ക് ലവ് ലെറ്റർ എഴുതി നിന്നു. ഞാനതില് ഫുള്ള് എന്നൊക്കെ ഇഷ്ടല്ല, എന്നൊക്കെ ഇഷ്ടല്ല, എന്നൊക്കെ ഇഷ്ടല്ല എന്ന് പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ കാര്യം സദാഹുദ. പിന്നെ നമുക്കൊന്നുകൂടി ഉപ്പും മുളകും ഉണ്ടല്ലോ. പിന്നെ എന്റെ ഉമ്മ പറഞ്ഞു, അവരൊന്നും അവിടെ ഇരുന്ന് തല്ലന്നല്ലേ, അത് ഇന്നും തുടരുന്നുണ്ട്. അവരുടെ തല്ലൊന്നും ഒന്നും നിക്കത്തില്ല. അവര് തുടരും, ഞാൻ ഫോൺ എടുക്കും, നിന്നെ വിളിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ചതിക്കുന്നില്ലല്ലോ? ചതിക്കൂലല്ലോ? ചതിക്കൂലല്ലോ അല്ലേ? ചതിച്ചാ ഞാൻ അവിടെ കഴിയും. പിന്നെ ഇക്കില്ലോ എന്നെ കല്യാണമൊക്കെ പൂതിയാവുന്നു. നമ്മുടെ ഉമ്മ എൻ്റെ അമ്മയോട് എന്താ ടൂറിന്റെ കാര്യം പറഞ്ഞ? ടൂറിന്റെ കാര്യം പറഞ്ഞ സമ്മതിച്ചാ? എൻ്റെ അമ്മ സമ്മതിക്കൂലെന്നൊക്കെ പറയണു. പക്ഷെ ഞാൻ സമ്മതിപ്പിച്ചു കൊടുക്കാം. അവർക്ക് തല്ലിടാനല്ല സമയമുള്ളൂ. അങ്ങോട്ട് ഇനി പേടിക്കണ്ട, നമുക്ക് സുഖമായി ടൂറിൽ സന്തോഷിക്കാം, സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം, ഒക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ കല്യാണക്കാരില്ലോ, എൻ്റെ അമ്മയോട് പറഞ്ഞോ? സെറ്റായോ? ഞാൻ എൻ്റെ അമ്മയോടൊക്കെ പറഞ്ഞ് സെറ്റാക്കാൻ വേണ്ടി പോവാ. അവർക്ക് തല്ലിടാനല്ലേ നേരമുള്ളൂ. എന്താടാ എന്താ സംഭവം? ഓ, ഗിരിരാജന്റെ മോനല്ലേ? അതെ അതെ. ആരടാ പെണ്ണ്? അത് അതിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഉണ്ണിയാ? ഉണ്ണിയല്ലല്ലോ, ആണ്. ഒറ്റ ഇടി ഇടിച്ചിട്ടുണ്ടല്ലോ പെണ്ണല്ലട.
ഞങ്ങള് കേട്ട് ഐഷു എന്നല്ല ഉള്ള പേര്. ഡാ, ഞാൻ ഈ എത്രയിലാടാ പഠിക്കണത്? ഈ നാട്ടുകാരെ അടുത്ത് എനിക്ക് തല്ല് വാങ്ങിച്ചു തരുമോ? വല്ല പെൺകുട്ടികളുടെ വാപ്പാരുടെ അടുത്ത് വാങ്ങിച്ചു തരുമോ? പിന്നെ ഇപ്പൊ ഈ പറഞ്ഞിരുന്ന എന്താ? അത് ഫ്രണ്ട്സിനായിട്ട് ഹോംവർക്ക് എഴുതാൻ വേണ്ടിട്ട്. ഇത് നോണ നല്ലോം പറയണ്ട. എന്റെ വയലാവ് കറക്റ്റാ. നോണയില്ല നാവിടുത്ത പറയാം. അതെ, അങ്ങനെ തന്നെയാണ്. അതെ. പിന്നെ ഒരു കാര്യം, ഈ ആ പെൺകുട്ടീനായിട്ട് പ്രേമുണ്ട് എന്നുള്ളതൊക്കെ ഉണ്ടല്ലേ, ഞാൻ പറയണ അങ്ങോട്ട് കേട്ടാ മതി. ഈ നോണ പറയണ്ട, സംഗതി പ്രേമുണ്ട്. ഉണ്ടായിക്കോട്ടെ. പക്ഷേ അത് ഇപ്പൊ വേണ്ട. ഇപ്പൊ പ്രേമിച്ച് നടക്കുന്നത്. എന്തോ ആയിക്കോട്ടെ. പക്ഷെ അതിന്റെ പേരിൽ ഈ നോണ പറയരുത്. ഈ പ്രേമുണ്ട്, ഞങ്ങള് സമ്മതിച്ച് ഞങ്ങള് കൂടുതൽ വർത്താനൊന്നും പറയാൻ നിക്കണ്ട. പഠിപ്പ് കഴിഞ്ഞിട്ട് എന്ത് തേങ്ങച്ച കാണിച്ചോ. ആദ്യം പഠിപ്പിന് ഇമ്പോർട്ടന്റ് കൊടുക്കട്ടാ. അതിന്റെ പേരിൽ നോണ പറഞ്ഞു പഠിക്കരുത്. ഈ ഇപ്പൊ പ്രേമല്ല ഹോംവർക്ക് ആണെന്നൊക്കെ നോണ കുറെ പറഞ്ഞില്ലേ? കിട്ടുന്റെ അടുത്ത് അത് ശീലാക്കണ്ട. ഈ പ്രേമിച്ചോ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അത് ഇപ്പോഴല്ല. നല്ല എന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒരു ജോലിയൊക്കെ ആയാല് ഉപ്പയമ്മയും കൂടിയിട്ട് നടത്തിയാണ്. അതിന്റെ മുന്നേ ഈ പ്രേമിച്ചിട്ട് ആ കുട്ടിയുടെ ഉപ്പാന്റെ അടുത്ത് എനിക്ക് തല്ല് വാങ്ങിച്ചു തരരുത് പ്ലീസ്. പോരെ, മത്തം കുത്തിയാലേ കുമ്പളം മുളക്കില്ല. യാവല്ലേ കുമ്പളം? നാണം കെടുത്തല്ലേ? കിട്ടും. ഈ പ്രേമിച്ചോ, പക്ഷെ ഇത് വേണ്ട, നോണ പറയണ്ടെന്നാ ഞാൻ പറഞ്ഞിട്ടാ. ഇനിയേട്ടാ ഞാൻ കാണട്ടെ, എന്റെ ഫോണിൽ നിന്ന് എടുത്തിട്ട് വിളിക്കുന്നത് കേട്ടാ. കൊടുക്കൂല, അപ്പന്മാരെ ഫോണിൽ വിളിക്കാം.